ഹായ് ഗായ്സ്, നമ്മളിന്ന് കിടിലൻ പോർക്ക് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അതെൻ്റെ റെസിപ്പിയല്ല, രമണിയമ്മയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി നമ്മൾ 3 കിലോ പോർക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ആഡ് ചെയ്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. മല്ലിപ്പൊടിയും മുളക് പൊടിയും ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കി പച്ചമണം മാറിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി ആ വെള്ളം വറ്റുന്നിടം വരെ അത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചൂടായി വന്ന എണ്ണയിലേക്ക് കടുകിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴണ്ട് വരുമ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് കൂട്ടി ഇളക്കുന്നുണ്ട്. പച്ചമണം മാറുന്നിടം വരെ കൂട്ടി ഇളക്കി നമ്മൾ ഈ പൊടി ചൂടാക്കിയത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വലിയ ഉരുളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും കടുകും പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറിയുള്ളി നന്നായിട്ട് ചേർക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇളക്കുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂപ്പിച്ച് വെച്ച പൊടികൾ ആഡ് ചെയ്തിട്ടുള്ള സവോള നമ്മൾ വരട്ടിയത് കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കി. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി വരട്ടി എടുക്കുന്നതാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വരണ്ട് വരുന്നിടം വരെ നമ്മൾ ഇളക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പാകമാകുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വരട്ടിയെടുത്തൊരു പരുവാണിത്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇതിലും നല്ല ബ്ലാക്കിഷ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഞങ്ങളുടെ രമണിയമ്മയുടെ സ്പെഷ്യൽ പോർക്ക് വരട്ടാണ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ബായ്.